മഴ തോരും മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാജീവനാണെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് വന്ന് ഇറങ്ങി വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. വൈജയാണെങ്കിൽ അലീനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു രീതിയിൽ തന്നെ നിൽക്കുന്നു. രാജീവൻ ചോദിക്കുന്നുണ്ട്, നീ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സത്യങ്ങൾ മാത്രമേ പറയാവൂ, അവൾ വല്ല കള്ളത്തരം ചെയ്യാറുണ്ട്, എങ്ങനെയുണ്ട് അവളുടെ സ്വഭാവം എന്ന് പറയുകയാണ്. നീ വെറുതെ ചുമ്മാതെ പറയല്ലേ, കാരണം എനിക്ക് അവളോട് സംസാരിക്കുന്ന തന്നെ കാര്യം മനസ്സിലാവും. അപ്പം വൈജ പറയാണ്, കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയാണ്, അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ കള്ളത്തരങ്ങളോ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയത്തില്ല രാജീവേട്ട, അവളെ എനിക്കിഷ്ടമല്ല, അവളെ അവിടെ വന്ന് നിൽക്കാൻ പാടില്ല, അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്ന് പറയുകയാണ്. അവൾ എന്തൊക്കെയോ എന്നെ അങ്ങ് ശല്യപ്പെടുത്തുന്നുണ്ട്, അവൾ എൻ്റെ തലയിൽ ഇങ്ങനെ ഞാൻ തള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നു. രാജീവൻ പറയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് പോകാം, നമുക്ക് അങ്ങോട്ട് പായിപ്പെട്ടവരിലേക്ക് പോകാം. എപ്പോൾ പോകണം എന്ന് ചോദിക്കുകയാണ്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് പോവാം, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വൈജ പറയാണ്. ശരി, അതുവരെ ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയണം. അങ്ങനെ അവർ പോകാനൊരുങ്ങിയാണ്. അങ്ങനെ അവർ ഉച്ച കഴിഞ്ഞ് വൈജയും രാജീവും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. രാജീവ് വീട്ടിൽ വെച്ചേ പറയുന്നുണ്ട് വൈജയെടുത്ത്, നീ വിഷമിക്കേണ്ട, നീ എന്തിനു സങ്കടപ്പെടുത്തുന്നത്, ഞാൻ ബാലേന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും എന്ന് രാജീവും പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുമ്പം തന്നെ ടൂർ തുറക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീനയെ കാണുമ്പോൾ ഇതാ രാജീവേട്ട ഞാൻ പറഞ്ഞ കക്ഷി എന്ന് പറയുകയാണ്. മാറിക്കിടിയെന്നും പറഞ്ഞിട്ടുണ്ട്, വാ രാജീവേട്ടാന്നും പറഞ്ഞിട്ടുണ്ട്. വൈജയാണെങ്കിൽ രാജീവിനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറുകയാണ്. അലീന ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുകയാണ്. ആരാന്നൊന്നും അലീനയ്ക്ക് മനസ്സിലായില്ല. പിന്നെ ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ട്, വൈജയുടെ ആങ്ങളയായിരിക്കും എന്ന് ഒരു ഏകദേശം പിടിയിട്ടിട്ടുണ്ട്. മുകളിലുണ്ട് ബാലേന്ദ്രൻ, രാജീവേട്ടൻ ചെന്നിട്ട് വാ എന്ന് പറയാണ്. അപ്പം രാജീവ് പറയാണ്, അതിനു മുമ്പ് ഞാൻ അമ്മയൊന്ന് കാണട്ടെ, അമ്മയടുത്ത് സംസാരിക്കട്ടെ, എന്നിട്ട് കാണാം എന്ന് പറയുകയാണ്. അങ്ങനെ രാജീവൻ അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ, മോൻ എപ്പം വന്ന്, മോൻ വരുന്ന കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ലല്ലോ, ഞാൻ ഇന്ന് രാവിലെ വന്ന അമ്മേ, പെട്ടെന്ന് തന്നെ വന്നത്, എന്താ വല്ല വിശേഷമുണ്ടോ ഇവിടെ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷത്തിനൊന്നും വന്നില്ല, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളും വൈദ്യയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ വന്നത്. നിന്നെ ആര് വിളിച്ച് പറഞ്ഞു മോനെ, ശിവേട്ടൻ വിളിച്ച് പറഞ്ഞു അമ്മേ എന്ന് പറയാണ്. നീയാണെങ്കിൽ വൈദ്യടുത്തൊന്ന് പറയണം, കുറച്ചങ്ങ് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ, ബാലചന്ദ്രനെ ഇട്ട് ശല്യപ്പെടുത്താതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ. അവൾ എന്തൊരു സ്വഭാവമാണ്, ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, ആ കൊച്ചിനെ അങ്ങ് ശല്യപ്പെടുത്തുക, എപ്പോഴും അവളുടെ പുറകെ നിന്ന് അവളെ അങ്ങ് ഉപദ്രവിക്കുകയാണ് എന്ന് നമ്മുടെ മുത്തശ്ശിയും പറയുകയാണ്. ഇവളുടെ എന്തൊരു സ്വഭാവം ആണ് മുത്തശ്ശി പറയണത്. അപ്പം രാജീവ് പറയണം, അമ്മ എന്താ അങ്ങനെ പറയുന്നത്, അമ്മ ഇപ്പം തെറ്റ് ബാലചന്ദ്രൻ്റെ സൈഡിലല്ലേ, ബാലചന്ദ്രൻ എന്താ ഒതുങ്ങിക്കൂടെ, ബാലചന്ദ്രൻ എന്താ വൈജയുടെ അടുത്തോട്ട് തുള്ളിച്ചടി ചെല്ലുന്നത്, അവൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ബാലേന്ദ്രൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്, വൈജ ചെയ്താൽ പറ്റത്തില്ലേ, ഒന്നുമില്ലെങ്കിലും കുറേ നാൾ അമ്മയുടെ കയ്യിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ച് കുടിച്ച് വിശപ്പ് മാറ്റിയതല്ലേ, അതിൻ്റെ ഒരു നന്ദിയെങ്കിലും കാണിച്ചുകൂടെ ബാലേന്ദ്രൻ എന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, നീ അങ്ങനൊന്നും പറയാതെ, അവനാണെങ്കിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല, അവനായതുകൊണ്ടാണ് നിൻ്റെ പെങ്ങൾ വൈജയുടെ കൂടെ ഇത്രയും നാൾ താമസിച്ചത്, അവൻ അത്രയ്ക്ക് ക്ഷമയുണ്ടത് കൊണ്ടാണ്, നിൻ്റെ പെങ്ങളുടെ സ്വഭാവം അത്രയ്ക്കും കഷ്ടമായിരുന്നു, എല്ലാവരെയും ഭരിച്ച് നടക്കുമായിരുന്നു, അവനെ ഭരിച്ചങ്ങ് ഇട്ടിരുന്നതായിരുന്നു അവൾ എന്ന് മുത്തശ്ശി പറയണം. അമ്മ എന്തൊക്കെ ബാലേന്ദ്രനെ ന്യായീകരിച്ചാലും അവളുടെ വീട്ടിൽ വേറൊരുത്തി വന്ന് ഭരണം നടത്തുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുമോ, അതിൽ അവിടെ കയ്യിലല്ലേ അമ്മ ന്യായം, ഞാനിപ്പം വന്നിരിക്കുന്നത് വേലക്കാരി ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു വിടും, ബാലേന്ദ്രനോട് സംസാരിക്കാൻ തന്നെയാണ് വന്നത്. മോനെ, ഞാനും പറഞ്ഞായിരുന്നു അവളുടെ അടുത്ത്, ഇത്ര പ്രശ്നമൊക്കെ ആയപ്പം നീ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞായിരുന്നു, അപ്പം അവളെന്താ പറയുന്നത് അമ്മേ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അവളും പറയുന്നത്, ഞാൻ പൊക്കോളാം, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, സാറ് സമ്മതിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ പൊക്കോളാം എന്നാണ് അവളും പറയുന്നത്. അപ്പോൾ രാജീവ് പറയാണ്, അവളെന്തിനാ സാറിൻ്റെ അനുവാദം കാത്തിരിക്കുന്നത്, ഇവിടെ അവൾക്കങ്ങ് പൊക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അത് മോനെ, ബാലേന്ദ്രൻ അവളെ പോകാൻ സമ്മതിക്കത്തില്ല, ബാലേന്ദ്രൻ അത്രയ്ക്ക് വാശിയിലാണെന്ന് മുത്തശ്ശി പറയുകയാണ്. ആ വാശി അത്ര നല്ലതല്ലല്ലോ, ഞാൻ ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, മോൻ അവനുമായിട്ട് വഴക്കിടാനൊന്നും പോകണില്ലേ, അവൻ്റെ മാനസികാവസ്ഥ ശരിയല്ല, മാത്രമല്ല അവനിപ്പോൾ ഒരു രോഗിയും കൂടെ. ശരിയമ്മേ, ഞാൻ ബാലേന്ദ്രൻ്റെ അടുത്ത് വഴക്കൊന്നും ഇടത്തില്ല, കാര്യം പറയത്തേ ഉള്ളൂ, അമ്മ പേടിക്കണ്ട, അമ്മയ്ക്ക് എങ്ങനെയൊക്കെയുണ്ട് ഇപ്പം, കുറച്ചൊക്കെ ഭേദമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നത്, ഞാനിങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു മോനെ, കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ രാജീവ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഹാളിൽ വരുമ്പം നമ്മുടെ അലീനയാണെങ്കിൽ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ്. ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന്, സാർ ചായ സ്നാക്സ് എന്നൊക്കെ പറയുന്നുണ്ട്.
നീ എന്നോട് ഞാൻ പറഞ്ഞോ ചായ വേണമെന്ന്, പിന്നെ നീ ചായ ഇട്ടുകൊണ്ട് വന്ന എന്തിനാ എന്നാ രാജീവൻ ചോദിക്കണം. അല്ല, വീട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ നമ്മൾ ചായ ഇടേണ്ടത് മനുഷ്യത്വമല്ലേ എന്ന് വയ്ക്കുകയാണ്. അതിന് എനിക്ക് ചായ വേണമെങ്കിൽ എൻ്റെ പെങ്ങളുടെ മക്കളോ ആരെങ്കിലും ഉണ്ട്, നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ എനിക്ക് ചായ ഇട്ട് തരാൻ. നിന്നോട് ഞാൻ പറഞ്ഞു, പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നീ നിൽക്കണ്ട എന്ന് പറയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് വരും, അപ്പോഴത്തേക്ക് നീ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോണം പോവാൻ, കേട്ടല്ലോ. അതിനു മുമ്പ് തന്നെ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് കൂട്ടിക്കൊണ്ട് വന്നതും എന്നും, നീ ഏത് അനാഥാലയത്തിൽ നിന്നാണ് വന്നതെന്നൊക്കെ രാജീവൻ ചോദിക്കുന്നുണ്ട്. പിന്നെ പറയാണ്, നീ എന്തിന് ഇവിടെ ബാലേന്ദ്ര സാറിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ നീ പോത്തോളെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്, നിനക്കങ്ങ് പൊക്കൂളേ, നീ എന്തിനാ സാറിന് അനുവാദം ഉണ്ടെങ്കിൽ പോത്തോളെന്ന് പറഞ്ഞ് നിൽക്കുന്നതെന്ന് അലീൻ്റെ അടുത്ത് ചോദിക്കണം. അത് എനിക്ക് പോകുന്നതിന് ഒരു താല്പര്യക്കുറവുമില്ല, ഇനി ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാണ്, സാറാണ് സമ്മതിക്കാത്തതെന്ന് അലീന പറയുകയാണ്. സാറിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നും പറഞ്ഞ് രാജീവ് അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോഴത്തേക്ക് വൈജി ഇങ്ങനെ അവളെ നോക്കുക, ഒരു പുച്ഛ രീതിയിൽ, നിനക്ക് ശരിയാക്കി തരാടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുക. അങ്ങനെ രാജീവ് മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പം ബാലേന്ദ്രൻ അറിയുന്നില്ലല്ലോ രാജീവാണ് വന്ന് ഡോറ് തട്ടുന്നതെന്ന്, വരാൻ പറയാണ്. അങ്ങനെ വരുമ്പോൾ രാജീവിനെ കണ്ടപ്പോഴേ ബാലേന്ദ്രൻ്റെ മുഖഭാവമൊക്കെ മാറി, ആകെപ്പാടെ ഒരു ദേഷ്യഭാവം. രാജീവൻ എപ്പം വന്ന്? ഇന്ന് രാവിലെ വന്ന്. എന്താ വല്ല വിശേഷമുണ്ടോ? ഏയ് ഞാൻ വെറുതെ വന്നത് എന്ന് പറയുന്നു. അപ്പം പറയുന്നത്, ബാലേന്ദ്രൻ അറിഞ്ഞായിരുന്നോ വൈജി ഇവിടുന്ന് പോയ കാര്യം? ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെന്താ ബാലേന്ദ്രൻ അവളെ ഒന്ന് തിരിച്ചു വിളിക്കാഞ്ഞത്? എന്തിനു വിളിക്കണം, ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല, അവൾ തന്നെ പോയതാ, പിന്നെ ഇപ്പം പോയവർക്ക് അതേപോലെ തിരിച്ചു വരാൻ അറിയാലോ, പിന്നെ നമ്മളെന്തിനാ വിളിക്കുന്നത് എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ. അങ്ങനാണോ അതിൻ്റെ മര്യാദ? എന്ത് മര്യാദ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ മര്യാദയായിട്ട് അവളെ പോയി വിളിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. വൈജിക്ക് ഇഷ്ടമല്ല ഇവിടെ നിൽക്കുന്ന അലീന എന്ന പെൺകുട്ടി, അവളെ പറഞ്ഞു വിടണം, അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. രാജീവ് അതിനു വേണ്ടിയാണോ വന്നത്? അതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വരേണ്ട ആവശ്യമില്ലല്ലോ, സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു, എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ എന്ന് ബാലേന്ദ്രൻ കളിയാക്കി പറയാണ്. അപ്പോൾ രാജീവ് പറയുന്നത്, ബാലേന്ദ്രൻ കൂടുതൽ കളിയാക്കിയൊന്നും പറയണ്ട, ഞാനിന്ന് അവളെ പറഞ്ഞു വിടുക തന്നെ ചെയ്യും. അത് നടക്കത്തില്ലല്ലോ രാജീവല്ലല്ലോ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ബാലേന്ദ്രൻ പറയണം. അപ്പോൾ രാജീവ് ചോദിക്കണം, അപ്പം വൈജയ്ക്ക് ഇവിടെ ഒരു അവകാശവും ഇല്ല, വൈജയുടെ തീരുമാനത്തിനൊരു വിലയും ഇല്ലെന്നാണോ ബാലേന്ദ്രൻ പറയുന്നത്? ഇത്രയും നാൾ നിങ്ങളുടെ പെങ്ങളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം, ഒന്ന് അന്വേഷിച്ചാൽ മതി. ഒരു പട്ടിയുടെ വില പോലും നിങ്ങളുടെ പെങ്ങളെ തന്നിട്ടില്ല, ഇനി മുതൽ അത് വേണ്ട, ഇനി ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ പെങ്ങൾ വേണമെങ്കിൽ മര്യാദയായിട്ട് കേട്ട് ഇവിടെ ജീവിക്കാം, ഇല്ലെങ്കിൽ അവൾക്ക് പോകാം, അവളെ ആരും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. അത് പറ്റത്തില്ല ബാലേന്ദ്ര, അവളെ പറഞ്ഞു വിട്ടേ പറ്റൂ, ഞാൻ അതിന് തന്നെ വന്നത്, ഞാൻ എന്തായാലും അവളെ പറഞ്ഞു വിടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ രാജീവല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, രാജീവിന് വേണമെങ്കിൽ രാജീവിൻ്റെ വീട്ടിലോ കൊല്ലപ്പള്ളിയിലോ ഒക്കെ പോയി തീരുമാനങ്ങൾ എടുക്കാം, ഇവിടെ വേണ്ട, ഇവിടെ തീരുമാനം ഞാനാണ് നടത്തുന്നത്, കേട്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ പുറത്ത് നിന്ന് നമ്മുടെ വൈജ കേൾക്കുന്നുണ്ട്. വൈജ കേട്ട് ഇങ്ങോട്ട് തുള്ളിച്ചാടി അകത്തോട്ട് കയറി നിന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞില്ലേ രാജീവേട്ടാ, ഇപ്പം ആര് പറഞ്ഞാലും ബാലേന്ദ്രൻ കേൾക്കത്തില്ല, അലീന മാത്രം പറഞ്ഞാലേ ബാലേന്ദ്രൻ കേൾക്കത്തുള്ളൂ, മക്കളോ ഞാനോ ആരും ഒന്നും ബാലേന്ദ്രനോട് പറയാൻ പാടില്ല എന്നാണ് ബാലേന്ദ്രൻ്റെ നിയമം എന്ന് പറയാണ്. എനിക്ക് അവളെ ഇവിടെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റത്തില്ല, അവളെ ഞാൻ പറഞ്ഞു വിടുക തന്നെ ചെയ്യും. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ സ്വഭാവം മാറി. ബാലേന്ദ്രനാണെങ്കിൽ പറയാ, രാജീവേ നിങ്ങളെ പെങ്ങളെ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പെങ്ങൾക്ക് വല്ലതൊക്കെ വാങ്ങിക്കും. രാജീവ് പറയാണ്, അത് ശരിയാകത്തില്ല ബാലേന്ദ്ര, എൻ്റെ മുൻവീട്ടിൽ എൻ്റെ പെങ്ങളെ തല്ലാനോ വഴക്ക് പറയാനോ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയാം, അങ്ങനാണെങ്കിൽ വിളിച്ചോണ്ട് പൊക്കോ എന്ന് പറയാണ്. രാജീവനെ വൈജയെ വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ്. എന്നിട്ട് താഴെ വന്നിട്ട് വൈജയടുത്ത് പറയാണ്, ബാലേന്ദ്രൻ അങ്ങനെ പെട്ടെന്നൊന്നും മാറുന്ന ഒരു സ്വഭാവമല്ല, എന്ത് പറ്റി ബാലേന്ദ്രന് നല്ല മാറ്റമാണല്ലോ ഉള്ളത്, നീ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും മാറ്റമുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ രാജീവേട്ട ഇപ്പം ഞങ്ങളോടും എന്നോടും മക്കളോടൊക്കെ പെരുമാറുന്നത്, ഇതാ സ്വഭാവം, കാരണം എന്തോന്ന് അറിഞ്ഞില്ല. രാജീവ് പറയും, നീ ഒന്ന് ഓർത്തു പോക്കെ, നിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല രാജീവേട്ട, എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല, ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഞാൻ എന്ത് ചെയ്യാനാ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വൈജ പറയാണ്. പോരുന്നതിന് മുമ്പ് രാജീവ് ബാലേന്ദ്രനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നാളെ ഞാൻ വീണ്ടും വരും, അതിനു മുമ്പ് രാജീവ് അലീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കണം എന്ന് പറഞ്ഞാണ് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജീവാണെങ്കിൽ വൈജയടുത്ത് പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ ഞാൻ വരുമെന്ന്, അതിനു മുമ്പ് പറഞ്ഞു വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കാം
ബാലേന്ദ്രൻ്റെ തീരുമാനം എന്താണെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ താഴെ ഇറങ്ങിയിടുമ്പോഴത്തേക്ക് നമ്മുടെ അലീന അവിടെ നിന്നിട്ടുണ്ട്. അപ്പം അലീനയുടെ അടുത്തൊന്ന് രാജീവ് പറയണം, നീ നാളെ തന്നെ പൊക്കോണം, ഞാൻ ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പോകാനുള്ള അനുവാദവും വാങ്ങിച്ചിട്ടുണ്ട്, ഇനി നീ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാനായിട്ട് നിൽക്കണ്ട, കേട്ടല്ലോ എന്ന് പറയാണ്. അപ്പം വൈജു പറയും, അതെങ്ങനെ, അവൾക്ക് സാറിനോട് പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് ശരിയാവത്തില്ല, അവൾ സാറിനോട് പറഞ്ഞിട്ട് തന്നെ പോകത്തുള്ളൂ, അതിൻ്റെ ആവശ്യമില്ല, സാറിനോട് ഇനി പറയേണ്ട കാര്യമില്ല, രാജീവ് ഞാൻ ചെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് രാജീവ് പറയാണ്. എന്നും പറഞ്ഞ് രാജീവ് അങ്ങ് പോവുകയാണ്. നാളെ വരാം വൈജെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ വരികയാണ്. കൊല്ലപ്പള്ളിയിൽ വന്നിട്ട് മനു ആണെങ്കിൽ അന്നങ്ങോട്ട് രാത്രി വരുന്നുണ്ട്. അപ്പം മനുവിൻ്റെ അടുത്ത് ആണെങ്കിൽ രാജീവ് സംസാരിക്കുകയാണ്, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ? അപ്പം മനു പറയണം, മുത്തശ്ശനാണ് എന്നെയും കൂടെ കൊണ്ടുപോയി അലീനയെ കൊണ്ടുവന്നത്, നിനക്ക് അവൾക്ക് തിരിച്ച് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു വിട്ടൂടെ, അങ്ങ് അനാഥാലയത്തിൽ കൊണ്ടാക്കിക്കൂടെ? അപ്പം മനു പറയണം, ഇപ്പം അനാഥാലയമൊന്നും ഇല്ല, അത് നടത്തിയിരുന്നവരൊക്കെ മരിച്ചുപോയി എന്ന് പറയണം. അപ്പം രാജു പറയാണ്, അവളൊന്നും ഇല്ലെങ്കിലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ, അവളെവിടാന്ന് വെച്ചാൽ പോക്കോട്ടെ, നിനക്ക് പറഞ്ഞു വിട്ടൂടെ? നീ പറഞ്ഞ അവൾ പോത്തില്ലേ? ഇല്ല അങ്കിളെ, ഞാൻ പറഞ്ഞു വിടത്തില്ല. അതെന്താ നിനക്ക് പറഞ്ഞു വിട്ടാ? ന്യായം അവളുടെ സൈഡിലാണ്, ആൻറ്റി പറയുന്നത് പോലൊന്നുമല്ല കാര്യം. അപ്പം രാജീവ് ചോദിക്കുകയാണ്, നിൻ്റെ ആൻറ്റിയല്ലേ, നിനക്കറിഞ്ഞൂടെ കാര്യങ്ങളൊക്കെ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അലേന്ദ്രൻ എന്താ എന്താ ആൻറ്റിയുടെ മുന്നിൽ കുറച്ച് ക്ഷമിച്ചാൽ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പം മനു ചിരിച്ചുകൊണ്ട് പറയാണ്, ഇത്രയും നാൾ ഞാൻ കണ്ടിട്ടുള്ളത് അങ്കിള് ക്ഷമിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ആൻറ്റി ക്ഷമിക്കുന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം കുറച്ച് ദിവസം കൊണ്ടാണ് അതിനൊരു മാറ്റം വന്നിരിക്കുന്നത്. മാത്രമല്ല ന്യായം അങ്കിളുടെ സൈഡിലല്ല, അലീനയുടെ സൈഡിൽ, അപ്പം ഞാൻ ന്യായത്തിൻ്റെ സൈഡിലേ നിൽക്കത്തുള്ളൂ എന്ന് രാജുവിൻ്റെ അടുത്ത് പറയാണ്. രാജു പറയാണ്, നീ ഇതിനകത്ത് ഇനി ഇടപെടാൻ വരണ്ട, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്, ഞാൻ കട്ടായം പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്, അവളെ എവിടുന്ന് പറഞ്ഞു വിടുമെന്ന്, അത് പറഞ്ഞു വിടുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് രാജീവ് അങ്ങ് പോവുകയാണ്. അപ്പോൾ മനു ഇങ്ങനെ ആലോചിക്കുക, പെങ്ങൾക്ക് പറ്റിയ ആങ്ങളെ തന്നെ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ വീണ്ടും ബാലേന്ദ്രനെ കാണാൻ പോവുകയാണ്. ചെന്നിട്ട് വേണം അലീനെ പറഞ്ഞു വിടാൻ എന്നൊരു ഉദ്ദേശത്തോടെ അങ്ങനെ ചെന്ന് കഴിയുമ്പം താഴെ വെച്ച് തന്നെ അലീനയെ കാണണം. അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമെല്ലാം ഓർമ്മ വേണമല്ലോ, നീ ബാഗും എല്ലാം പാക്ക് ചെയ്ത് നിന്നോ എന്ന് പറയാണ്. ഞാൻ ബാലേന്ദ്രനെ കണ്ടിട്ട് വരട്ടെ, നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നിന്നെ കൊണ്ടാക്കാം, ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനോ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടാക്കാം, നിനക്ക് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ അതും പറഞ്ഞു, അതും തരാം എന്ന് പറയണം. വൈജു പറയണം, അതൊക്കെ ഞാൻ കൊടുക്കാമെന്ന് അവിടുത്തെ പറഞ്ഞു, അവൾ ഇത്ര നാൾ ഇവിടെ ജോലി ചെയ്തില്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പം അലീന പറയണം, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, സാറ് സമ്മതിച്ച ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങും, എനിക്കിവിടെ കടിച്ചു തൂങ്ങേണ്ട ഒരാവശ്യമില്ല, എന്നാൽ നീ റെഡി ആയിക്കോ, ഞാൻ ദാ വരുന്നെന്നും പറഞ്ഞിട്ട് രാജീവ് മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ മുകളിൽ ചെന്നപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജീവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ, ആഹാ എന്താ രാജീവേ പിന്നെയും വന്ന്? അല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നാകുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ തീരുമാനം അറിയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റെഡിയായിട്ട് നിന്നോളാം. അങ്ങനെ അലീനെ ഞാനങ്ങ് കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എവിടെ കൊണ്ടാക്കുന്നു? ആ കുട്ടി എവിടെയാണോ പോകണമെന്ന് പറയുന്നത് അങ്ങോട്ട് കൊണ്ടാക്കാം, റെയിൽവേ സ്റ്റേഷനിൽ വേണമെങ്കിൽ കൊണ്ടാക്കാം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വേണമെങ്കിൽ കൊണ്ടാക്കാം, എവിടെയാണോ കുട്ടി പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കാം എന്ന് രാജീവ് പറയണം. ആഹാ അത്രയൊക്കെ മനസ്സുണ്ടോ ബാലേന്ദ്രൻ ചോദിക്കണം, അത്രയൊക്കെ മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിവിടുന്ന് പറഞ്ഞു വിടുന്നത്? അല്ല ഒരു തെറ്റും ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല ബാലേന്ദ്ര, പക്ഷേ എൻ്റെ പെങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾ നിൽക്കണ്ട. അപ്പം ബാലേന്ദ്രൻ ചോദിക്കണം, നാളെ നിങ്ങളുടെ പെങ്ങൾ പറയുന്നത് എന്നെ ഇഷ്ടമല്ല എന്ന്, അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെയും പറഞ്ഞു വിടുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ലല്ലോ എന്ന് രാജീവൻ പറയുന്നു. പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെ ന്യായമൊന്നും പറയാതെ ബാലേന്ദ്ര എങ്ങനെയെങ്കിലും അവളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുക ചെയ്യും എന്ന് പറയണം. അപ്പോൾ ബാലേന്ദ്രൻ പറയണം, ശരി നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം രാജുവിനോട് സന്തോഷിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും, അതിന് കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. അപ്പം രാജു പറയും, ചോദിച്ചോ, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ. വായിച്ച കുറച്ച് നാൾ ആഗ്രയിൽ നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം കേൾക്കുമ്പോഴേ രാജീവ് വന്ന് നിന്നിട്ടുണ്ട് എന്ന്. പക്ഷേ രാജീവ് മറുപടി പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അവൾ തിരുവനന്തപുരത്ത് ഒരു വർഷം നിന്നിട്ടുണ്ടോ? അപ്പം രാജീവ് ഇങ്ങനെ ആലോചിച്ചിട്ട് നിന്നിട്ടുണ്ട്. അവിടെ എന്താ എന്തിനാ അവളവിടെ ഒരു വർഷം നിന്നേ? അത് രാവുണ്ണി മാമൻ്റെ കൂടെ നിന്നേ, കൃത്യം ഒരു വർഷം. അവളെന്തോ കോഴ്സ് പഠിക്കാനുള്ള ആയിട്ട് അവിടെ നിന്നതെന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നത്, എന്ത് കോഴ്സാണ്? അതെനിക്ക് ഓർമ്മയില്ല, എന്താ കമ്പ്യൂട്ടർ കോഴ്സ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നല്ല വൃത്തിയായിട്ട് കള്ളം പറയുന്നുണ്ടല്ലോ രാജീവ് എന്ന് പറയുകയാണ്. അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ ചോദിച്ചേ?
അപ്പം ബാലേന്ദ്രൻ പറയാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ കാര്യം മുമ്പ് ഗംഗേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം ഗംഗേട്ടൻ എനിക്ക് കൃത്യമായ മറുപടി എല്ലാം തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. രാജീവ് ചോദിക്കാണ് എന്താ ചോദിച്ചത്, ഗംഗേട്ടൻ എന്താ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കണം. അപ്പം പറയാണ് വൈജ പ്രസവിച്ച കുഞ്ഞിപ്പം എവിടെയുണ്ട്, അന്ന് കൊന്നോ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ രാജീവ് അങ്ങ് ഞെട്ടിയിരിക്കണം. രാജീവ് എന്ത് ബാലേന്ദ്രൻ ഈ പറയുന്നത്? അപ്പം ബാലേന്ദ്രൻ പറയാണ് കൂടുതൽ ആരും എൻ്റെ മുന്നിൽ അഭിനയിച്ച് നിൽക്കണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിങ്ങളുടെ പെങ്ങൾ ഈ പ്രശ്നങ്ങളങ്ങ് ഉണ്ടായിട്ട് എന്നെ ഭരിച്ച് എന്നെ ഒരു പട്ടിയെപ്പോലെ ഇവിടെ ഇട്ടിരുന്നത്. ഇത്രയും നെറികെട്ടൊരു ജീവിതം നയിച്ചവളാണ് എന്നെ ഭരിച്ചിരുന്നത്. ഇനി ഞാൻ കാര്യങ്ങൾ പറയും, അത് കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവളിവിടെ നിന്നാൽ മതി എന്ന് ബാലേന്ദ്രൻ പറയണം. ഇനി ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് രാജീവ് പറയിപ്പിക്കൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ട് ചെന്ന് ഈ കാരണം ഞാൻ അറിഞ്ഞെന്ന് നിങ്ങളുടെ പെങ്ങളടുത്ത് പറഞ്ഞാൽ അവൾ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ കാര്യമെല്ലാം വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ ഗംഗേട്ടനോട് ചോദിച്ചായിരുന്നു. ഗംഗേട്ടൻ കൃത്യമായി മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാജീവ് കൂടുതൽ നിന്ന് വിയർക്കാതെ സ്ഥലം വിടുന്നേ രാജീവിന് നല്ലത്. കൂടുതൽ നിന്നാൽ ഞാൻ കൂടുതൽ ചോദിക്കും, പിന്നെ രാജീവിന് എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം രാജീവിന് കാര്യമൊക്കെ മനസ്സിലായി, ബാലേന്ദ്രൻ്റെ മാറ്റത്തിന് കാരണം എന്താണെന്ന്. ശരി ബാലേന്ദ്രനാന്ന് പറഞ്ഞ് രാജീവ് അവിടുന്ന് അപ്പോഴേ മുങ്ങുകയാണ്. എന്നിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ വൈജ നോക്കിയിരിക്കുകയാണ്. വൈജ വിചാരിക്കുന്ന വരുമ്പോൾ ഉടനെ അലീനയും പറഞ്ഞു വിടുമല്ലോ എന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. എന്ത് പറഞ്ഞ് രാജീവേട്ട ബാലേന്ദ്രൻ? അപ്പം രാജീവ് പറയുന്നു നീയൊന്ന് സൂക്ഷിച്ചോ, അടങ്ങി ഒതുങ്ങി ബാലേന്ദ്രൻ പറഞ്ഞു കേട്ട് ജീവിക്കുന്നതാണ് നിനക്കിനി നല്ലത്. നിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് രാജീവ് പറയുകയാണ്. അതെന്താ രാജീവേട്ട, ഇങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങോട്ട് പോയത്, ഇപ്പം കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞാണല്ലോ പോയിട്ട് തിരിച്ചു ഇതെന്തോ പുലി പോയ ആൾ എലി പോലെ വന്നത് എന്ന് ചോദിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നീയും അടങ്ങി ഒതുങ്ങി ജീവിച്ച് നിനക്കിവിടെ കഴിഞ്ഞോ, അല്ലെങ്കിൽ നിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാവും എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് അങ്ങ് പോവുകയാണ്. ഇനി എന്നെ ഇതിന് വിളിക്കൽ, എനിക്കിതിനകത്ത് കൂടുതൽ അഭിപ്രായം പറയാനും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് രാജീവ് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് വൈജ എന്ത് ചെയ്യണമെന്നറിയാതെ അലീന ഇങ്ങനെ നോക്കുകയാണ്. അലീന ഇപ്പം വന്ന് പുറത്തൊന്നും പറഞ്ഞ് രാജീവ് സ്ഥലം വിടുകയും ചെയ്ത് വൈജ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.